ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെല്ലാവരും അറിയിക്കുന്നു. എസ്തർ എന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളേവരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചെറിയൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മൾ ഏത് വിഷയത്തിനോട് പ്രാർത്ഥിക്കുന്നു അതിനെന്ത് കർത്താവ് നിശ്ചയമായി മറുപടി തന്നിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക, മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ താഴെ കമൻറ്റ് ചെയ്യുക. നിശ്ചയമായിട്ട് നിങ്ങളുടെ വിഷയങ്ങളോർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും മേൽ ദൈവം നിശ്ചയമായിട്ട് അത്ഭുതമായൊരു വിടുതലയക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ രക്തം കൊണ്ട് മുദ്രയിടുക, നമ്മുടെ തലമുറകളെ രക്തം കൊണ്ട് മുദ്രയിടുക, ഞങ്ങളുടെ ഭവനത്തെ ഒക്കെ രക്തം കൊണ്ട് മുദ്രയിട്ട് കാവലിച്ചു. അതുമാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനയിലേക്ക് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമ്മൾ സ്വാഗതം ചെയ്യുക, പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുക. അതുപോലെ പ്രാർത്ഥനയ്ക്ക് ഒന്നും തടസ്സമില്ലാതെ നമ്മൾ എത്ര മണിക്കൂർ ദിവസം ഇരിക്കുന്നു ആ സമയം വരെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നമ്മൾ പ്രാർത്ഥിപ്പാൻ ഇടയാകണം. എന്നിട്ട് നമ്മുടെ കുറവുകൾ നമ്മൾ ഓരോ ദിവസവും നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലവിധ കുറവുകളും ബലഹീനതയൊക്കെ വരും. അതൊക്കെ ഓർത്ത് ദൈവസന്നിധി നമ്മൾ കഴുകാനായിട്ട്, യേശുവിൻ്റെ രക്തത്തിൽ കഴുകാനായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. പിന്നീടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 51 സങ്കീർത്തനം വായിച്ചാൽ ഞാൻ പ്രാർത്ഥന തുടങ്ങുന്നത്. കാരണം നമ്മുടെ കുറവുകൾ ബലഹീനതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് പോയ എല്ലാ കുറവുകളും, വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, നോട്ടത്തിൽ, നടപ്പിൽ, കൊടുക്കൽ, വാങ്ങൽ, സംസാരത്തിൽ എല്ലാ കുറവിനെയും നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് കഴുകി ശുദ്ധീകരിക്കാനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം ചെയ്ത സകല നന്മകളെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുകയും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ നന്ദി പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദൈവം ചെയ്ത ഉപകാരത്തിന് നന്ദി, ദൈവം നമുക്ക് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം, ദൈവമേ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ഓരോ ദിവസം നമ്മൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നമ്മൾ നന്ദി പറയുമ്പോൾ, അതിനുശേഷം നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുത വിടുതൽ സംഭവിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വെളിപ്പെടുവാനും കാരണം നമ്മൾ ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, കണ്ടിട്ടല്ല. അപ്പം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക. ദൈവം നമുക്ക് ഇപ്പോൾ ജോലി ഇല്ലെങ്കിൽ ജോലി തന്നതിനായ സ്തോത്രം, ദൈവം നൽകിയ ജോലിക്കായി നന്ദി പറയണം, നമ്മുടെ കടപ്പാരം മാറ്റിയതിനായി നന്ദി പറയണം. അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, സ്തുതിക്കുന്നു സ്തോത്രം ചെയ്ത് പരിശുദ്ധന് നല്ലവന് വിശ്വസ്തന് വാക്കുമാറാത്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, പിതാവേ എന്ന് വിളിപ്പാൻ തക്ക ഞങ്ങളുടെ പുത്രത്തിൻ്റെ ആത്മാവിനെ തന്ന പരിശുദ്ധനായ ദൈവമേ, ഈ സന്ധ്യായാമത്തിൽ കർത്താവേ, പ്രിയ സഹോദരങ്ങളുമൊത്ത് ഞാൻ നിൻ്റെ സ്ഥാനിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനും ഞങ്ങൾക്ക് മറുപടി തന്നെ. ഞങ്ങളുടെ കുറവുകളോ കുറ്റമോ ബലഹീനതയോ പാപമോ പാപക്കറോ അകൃത്യങ്ങളോ പിതാവേ ഓർക്കാതെ വന്ന് നിൻ്റെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം മുഴുവനും പരിപാലിച്ച് ഞങ്ങളുടെ തലമുറയിൽ ഞങ്ങൾക്കുള്ള സഹത്യം കാത്ത് പരിപാലിച്ച് ദൈവം ഈ രാത്രി ആമത്തിൽ നിൻ്റെ സന്നദ്ധിലിരിപ്പാൻ നീ സഹായിച്ച കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പരിശുദ്ധനെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശത്തിനായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയത് വചനം ലജ്ജിപ്പാൻ നിന്നിപ്പാൻ അനുവദിക്കാത്ത ദൈവമാണ് അവിടുന്ന് കർത്താവേ. അവിടെ ഞങ്ങളെ കർത്താവേ നിൻ്റെ കൃപയാണ് നടത്തണമെന്ന് പിതാവേ, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് ഉത്തരം തരുമെന്ന് അറിയ ദൈവമേ. നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ വിഷയത്തിനുമേലും അവിടെ മറുപടിയുമായി ഇറങ്ങണമെന്ന് പറഞ്ഞു കർത്താവേ. പ്രത്യേകിച്ച് എനിക്ക് ഒരു സഹോദരൻ അറിയില്ല കർത്താവേ, ഏതൊക്കെ സഹോദരങ്ങൾ കർത്താവേ ഈ പ്രാർത്ഥന കേൾക്കുന്നു കർത്താവേ, അവരുടെ വിഷയം എന്തായാലും പരിശുദ്ധനെ നിൻ്റെ പ്രവൃത്തികളെ പിന്നെ രോഗികളായി ഭാരപ്പെടുന്ന രോഗത്തെ പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റിക്കൊടുക്കണമേ. തലമുറയുടെ വിഷയത്തിനായി ഭാരപ്പെടുന്ന കർത്താവേ, തലമുറയുടെ വിഷയത്തിനുമേ കർത്താവിൻ്റെ പ്രവൃത്തികളെ പിന്നെ കർത്താവേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തുതിക്കുന്ന പരിശുദ്ധനെ. സമാധാനമില്ലാത്ത അവസ്ഥയാണെങ്കിൽ അവരുടെ കുടുംബങ്ങൾ ദൈവിക സമാധാനം ഇറങ്ങിച്ചേട്ട് കർത്താവേ, മദ്യത്തിനും മയക്കുമരുന്നിലായിരിക്കുന്ന കർത്താവേ, ഏതെങ്കിലും വ്യക്തി ചെയ്യുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അവർക്ക് ഈ ദിവസങ്ങൾ മാനസാന്തരം ഉണ്ടാകുവാനും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. കർത്താവ് വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, ആ കുഞ്ഞുങ്ങൾ ഈ ദിവസങ്ങൾ തന്നെ തക്കതായ തുണകളെ കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധനെ അവർക്ക് തലമുറ കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങളാൽ കർത്താവ് ജയത്തിൻ്റെ വക്കിലായിരിക്കുന്ന സകല കുടുംബങ്ങളെ പാതി വിടുവിക്കണമേ. അതിനാവശ്യമായ സാമ്പത്തിക ഉറവുകളെ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന പച്ച ദൈവമേ, മാതാപിതാക്കൾ കർത്താവേ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്നവരുണ്ടപ്പാ. തൻ്റെ മക്കൾ തിരിഞ്ഞു നോക്കാതെ കർത്താവേ ഭാരത്തോടെ ആയിരിക്കുന്ന ദിവസം കർത്താവേ അവരുടെ മക്കൾ മടങ്ങുന്നവരും കർത്താവേ സ്നേഹത്തോടെ ചേർപ്പാൻ തക്കുന്ന സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം അപ്പച്ച. ഈ ദിവസങ്ങൾ ജോലിക്കായി കർത്താവെ അപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവരുടെ ജോലിയുടെ വിഷയത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് അടികൾ പ്രാർത്ഥിക്കുന്ന നാഥാ. ഹല്ലേലൂയ. സ്തോത്രം. ഭവനം പണിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭവനം പകുതിയിലായിരിക്കുന്നവരുണ്ട് അപ്പച്ച. ഈ ദിവസങ്ങൾ അവരുടെ ഭവനത്തിൻ്റെ പണികൾ പുനരുത്സാഹിപ്പാൻ തക്കാണ് കർത്താവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന അതാ. തലമുറകൾ പിന്മാറ്റത്തിലേക്ക് കടന്നുപോയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവർ മടങ്ങി വരുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവം വേല ചെയ്യുന്ന സഹോദരങ്ങളെ ഓർത്ത് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിന്റെ അവർ ചെയ്യുവാൻ വേല ചെയ്യുവാൻ തക്കുന്ന സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാ. വിശുദ്ധിയോടെ വിശ്വസ്തങ്ങളെ സകല ദേവദാസന്മാരെയും കുടുംബങ്ങളെ വ്യക്തികളായ കുടുംബങ്ങളായ മാനിക്കണമേ. തലമുറകൾ അവിടെ നിന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന നാഥാ. കർത്താവേ, സ്വന്തമായി ഭവനമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായി ഭവനങ്ങളെ കൊടുക്കണമേ കർത്താവേ. വാടക ഭവനങ്ങളിൽ താമസിക്കുന്നവരുണ്ട് കർത്താവ്. വാടക കൊടുക്കാൻ കഴിയാതെ വന്ന അവസ്ഥയിലായിരിക്കുന്നവർ കർത്താവേ, അവിടുന്ന് അതിനുള്ള വഴികൾ മുഖാന്തരം ഒരുക്കി സ്വന്തമായി ഭവനങ്ങളെ നൽകി പിതാവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ ദിവസങ്ങൾ മനം തകർന്നവർ കർത്താവെ ഉണ്ടപ്പച്ച അവരെയൊക്കെ പിതാവ് ആശ്വസിപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹൃദയം നുറുകുമ്പോൾ യഹോവ നീ സമീപസ്ഥൻ, മനസ്സ് തകർമ്പോൾ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കണമേ കർത്താവെ. ഹൃദയം നുറുങ്ങിയിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ അവിടെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇറങ്ങി ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനെ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ ദിവസങ്ങൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ കരം സമാധാനത്തോട് സന്തോഷമായ കുടുംബങ്ങളുണ്ടാകുവാൻ സ്വർഗം അത് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതൽ അവിടെ നിന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. പാപത്തിൻ്റെ മധ്യ വഴികളിലേക്ക് കടന്നു പോയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വെച്ചവരൊക്കെയും മടങ്ങി വന്ന ദിവസം വിശുദ്ധിയോട് വിശ്വസ്തത നിൽപ്പാൻ അപ്പച്ചാ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ദൈവിക മഹത്വം എല്ലാ കുടുംബങ്ങളും വെളിപ്പെട്ട കർത്താവെ. ദൈവസാന്നിധ്യത്താൻ നിൻ്റെ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനെ. അവിടുന്ന് മനസ്സിലനുമേ കരുണ ചെയ്യണപ്പാ, കൃപ ചെയ്യണം മനസ്സിലനുമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ദൈവമേ, നീ കൂടെ ഇരിക്കണമേ, നീ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനെ. കർത്താവേ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളും ഇത് കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിച്ചെന്നും കർത്താവേ. ഏത് വിഷയത്തിനെ കർത്താവേ അവർ ഭാരത്തോടെ ഈ പ്രാർത്ഥന കേൾക്കുന്നു നാഥാ. ആ വിഷയത്തിന് അപ്പച്ചൻ അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവ മഹത്വം വെളിപ്പെടും. ഞങ്ങൾക്കല്ല കർത്താവ്, ഞങ്ങൾക്കല്ലപ്പാ. നിന്റെ നാമ മഹത്വപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. താവെ വിളിച്ചപേക്ഷിക്കുമ്പോൾ തരുമെന്ന് പറഞ്ഞ ദൈവം ഞങ്ങൾ വിളിച്ചപേക്ഷിച്ച സകല വിഷയത്തിന് മേലും ഏതൊക്കെ ഭാരങ്ങളാണ് കർത്താവെ അവർ ഭാരപ്പെടുന്ന കർത്താവ് വിഷയത്തിനെല്ലാം പിതാവ് മറുപടി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെയും താഴ്ത്തി ഏൽപ്പിച്ച് ഞങ്ങളുടെ കുടുംബത്തെയൊക്കെയും കർത്താവ് തലമുറകളൊക്കെയും കർത്താവ് ഞങ്ങളുടെ സകലത്തെയും കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കാണ് ഈ പ്രാർത്ഥന കർത്താവെ. അനേകം പേർക്ക് അനുഗ്രഹമായി തീരുവാൻ, അനേകം പേർക്ക് കർത്താവ് വിടുതലായി തീരുവാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥാ. നിൻ്റെ ചന്ദ്ര വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ഞങ്ങൾ ആരിപ്പാൻ കർത്താവ് സഹായിക്കും. സകല മഹത്വത്തേക്ക് തരുന്ന കർത്താവെ. സകല പ്രാർത്ഥന കേട്ട കൃപയ്ക്കാ നന്ദി. യേശുവിൻ കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമീൻ ആമീൻ ആമീൻ. കർത്താവെ, പ്രാർത്ഥിച്ച വിഷയത്തിന് അവിടുന്ന് മറുപടി നൽകിയതിനായി നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 കർത്താവെ. മഹത്വം അപ്പച്ച. കർത്താവ് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും അനുഗ്രഹിക്കനായ സ്തോത്രം. യേശുവിൻ നാമത്തിൻ്റെ പിതാവേ. ആമീൻ ആമീൻ ആമീൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.